ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു അവൽ വിളയിച്ചത് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെയ്യ് ഇട്ട ശേഷം അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോട്ടെ. അതിനകത്തേക്ക് ഞാനിനി ഇവിടെ ഒരു അര കിലോ അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്നത്തേക്ക് അവൽ ഞാൻ തട്ടിയിട്ട് കൊടുക്കുകയാണ്. പാനിലേക്ക് അവലിട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് ഇളക്കി നെയ്യുമായിട്ട് അവൽ നല്ലതായിട്ട് മിക്സ് ആവണം കേട്ടോ. അവൽ മിക്സാക്കി എടുത്തതിന് ശേഷം ചെറിയൊരു അവലിൻ്റെ ആ ഒരു പച്ച കളർ മാറി ഒന്ന് ജസ്റ്റ് നെയ്യായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. പോലെ ഇളക്കി അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ശർക്കര വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കാനാണ്. അത് മെൽറ്റായി വരട്ടെ. അതിനായിട്ടാണ് ഞാൻ ശർക്കര അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ അവൽ മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്തുണ്ടല്ലോ, നമ്മൾ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ഗോൾഡ് കളറാവുന്നത് വരെ നമ്മളത് ഇളക്കി നിൽക്കണം കേട്ടോ. അടിയിൽ പിടിക്കാൻ പാടില്ല. അധികം മൂത്ത് പോയാലും കൊള്ളത്തില്ല. നമ്മൾ ചെറിയൊരു ഗോൾഡ് കളറാകുമ്പോഴത്തേന് അത് മാറ്റി കൊടുക്കണം. ഞാനത് ഇളക്കി നന്നായിട്ടൊന്ന് കളറൊക്കെ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് കളറൊക്കെ മാറി വന്നതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ എള്ളുണ്ടല്ലോ, എള്ളിട്ട് കൊടുക്കും കേട്ടോ. എള്ളും തേങ്ങാക്കൊത്തും മാത്രമേ ഞാനിതിനകത്ത് ഇപ്പോൾ വറുത്ത ഐറ്റംസിൽ യൂസ് ചെയ്യാനുള്ളൂ. നമുക്ക് പൊരിക്കടല ഇട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ നട്ട്സ് നമ്മളതിൽ ഏതുണ്ട് അത്, കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പം തേങ്ങാക്കൊത്തും എള്ളും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിനകത്ത്. അപ്പം തേങ്ങാക്കൊത്ത് റെഡിയായി. അതിനുശേഷം ഞാൻ എള്ളിട്ട് കൊടുത്തിട്ടോ. നേരത്തെ കുറച്ച് നെയ്യ് കൂടുതലായിരുന്നു. അപ്പോൾ ആ നെയ്യ് ഞാൻ വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ എള്ളിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. എള്ളും തേങ്ങാക്കൊത്തും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെയൊക്കെ ആ ഒരു എള്ളിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ ചിരകിയത് തേങ്ങ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കണം. നെയ്യ്, തേങ്ങ, എള്ള് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. എള്ളായാലും നമ്മൾ തേങ്ങയാണെങ്കിലും നെയ്യാണെങ്കിലും അവലും എല്ലാം. അവൽ ഞാൻ നമ്മളെ മട്ട അവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനകത്താണല്ലോ ഫൈബർ ഒരുപാടുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇതിനകത്തേക്കൊന്ന് പിടിക്കട്ടെ കേട്ടോ. ശർക്കരയും നമ്മുടെ തേങ്ങയും തേങ്ങാക്കൊത്തും എള്ളും എല്ലാം കൂടെ ആ ശർക്കരയിൽ കിടന്നൊന്നതായതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച അവൽ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ശർക്കരയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സായി വരട്ടെ കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സായി, എല്ലാം കൂടെ ഒന്ന് മിക്സായി ശർക്കരയുടെ വെള്ളം അവലെല്ലാം പിടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാക്കൊത്തും എള്ളും എല്ലാം കൂടെയൊക്കെ നമുക്ക് ചവച്ച് തിന്നാൻ ഭയങ്കര നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. അതിലേക്ക് ഞാൻ പിന്നെ ഏലക്കായ പൊടിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ല രീതിയിൽ നമ്മൾ ആ ശർക്കരയുടെ ആ വെള്ളമൊക്കെ ആ പാനിയൊക്കെ ഒന്ന് ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ച് വന്നതിന് ശേഷമാണ് നമ്മളത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു. ശർക്കരയുടെ വെള്ളമൊക്കെ എല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ അവൽ വിളയിച്ചത് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഞാൻ കേട്ടോ. ഓക്കെ. ഏകദേശം ആയി. നമ്മൾ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശർക്കരയുടെ വെള്ളമൊക്കെ അതിനകത്തേക്ക് പിടിച്ച് അവൽ എല്ലാം കൂടെ മിക്സായി നല്ലൊരു പെർഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേ.
ഇതിനെ ഞാനിനി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സായി കഴിഞ്ഞ് കേട്ടോ. ശർക്കരയും നമ്മൾ അവിലും തേങ്ങാക്കൊത്തും തേങ്ങയും എള്ളും എല്ലാം സെറ്റായി. അങ്ങനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. അത് കണ്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.